നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ശുക്രൻ്റെ ഉച്ചരാശി സ്ഥിതിയും അത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഏറ്റവും പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക എന്നുള്ളതുമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശുക്രൻ ഇപ്പോൾ മീനൻ രാശിയിലൂടെ സഞ്ചരിക്കുകയാണ്. 2025 ജനുവരി 28 ശുക്രൻ മീനൻ രാശിയിൽ പ്രവേശിച്ചത്. ഇത്തവണത്തെ ശുക്രൻ്റെ മീനൻ രാശി സ്ഥിതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണഗതിയിൽ ഒരു 28 ദിവസം അല്ലെങ്കിൽ അതിൽ താഴെയായിരിക്കും ശുക്രൻ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. പക്ഷേ ഇത്തവണ ശുക്രൻ ഈ ഉച്ചരാശിയിലൂടെ 120-ലധികം ദിവസമാണ് സഞ്ചരിക്കുന്നത്. അതായത് ഏതാണ്ട് 4 മാസം ശുക്രൻ ഈ ഉച്ചരാശിയിലൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇത് ഗ്രഹചാരവശാലുള്ള ഒരു മാളവ്യ യോഗവും കൂടിയാണ്. ശുക്രൻ തരുന്ന ഏറ്റവും പ്രധാന യോഗങ്ങളിലൊന്നാണ് മാളവ്യ യോഗം. സാധാരണഗതിയിൽ നമ്മൾ മാളവ്യ യോഗം കണക്കാക്കുന്നത് ജനന സമയത്ത് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് മാളവ്യ യോഗമുണ്ട് എന്ന് കണക്കാക്കുന്നു. ഒരുപാട് ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. വളരെ ശുഭഗ്രഹമാണല്ലോ ശുക്രൻ. മഹാലക്ഷ്മിയാണ് നമ്മൾ ശുക്രന് കണക്കാക്കുന്ന ദേവത. അപ്പോൾ ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലും വീനസിനെ സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയൊക്കെ ദേവതയായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. പിന്നെ ശുക്രനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഭൗതികതയുടെ അല്ലെങ്കിൽ ഭൗതിക സുഖങ്ങളുടെ ദേവതയാണ് ശുക്രൻ. ലൗകിക സുഖാനുഭവങ്ങളുടെ അധിപനാണ് ശുക്രൻ. നമ്മുടെ ആഡംബരത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിലെ സുകുമാര കലകളുടെയും നമ്മളുടെ കലാസ്വാദന ശേഷിയുടെയും നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതും നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു നിശ്ചയിക്കുന്നതൊക്കെ ശുക്രൻ്റെ ഒരു ആധിപത്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ സങ്കല്പങ്ങൾ, മനസ്സിലുള്ള കാണുന്ന സുന്ദര സ്വപ്നങ്ങൾ, ഇതൊക്കെ ശുക്രനാണ് അതിൻ്റെ എല്ലാം കാരകൻ. അപ്പം നമ്മൾ സ്വപ്നം കാണുന്നതും യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നതും എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ കൂടെയാണ്. അതിലൊന്നു മാത്രമാണ് നമ്മുടെ ഈ ഐശ്വര്യം അല്ലെങ്കിൽ സമ്പത്ത് എന്നൊക്കെ പറയുന്നത്. ശുക്രൻ ഒരുപാട് കാര്യങ്ങളുടെ സ്നേഹബന്ധങ്ങൾ, പ്രണയബന്ധങ്ങൾ എല്ലാം ശുക്രൻ്റെ കാരകത്വത്തിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ ശുക്രൻ്റെ ഫലദാനശേഷി നോക്കുമ്പം ശുക്രൻ നമ്മുടെ ജന്മക്കൂറിൻ്റെ 6, 7, 10 ഈ 3 ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പം ഒട്ടും ശുഭകാരകനല്ല. അശുഭത്വമാണ് ആ 3 രാശികളിൽ ശുക്രൻ നൽകുന്നത്. 6, 7, 10 ഭാവങ്ങളിൽ. മറ്റെല്ലാ ഭാവങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ശുക്രൻ ശുഭഫലമാണ് നൽകുന്നത്. പക്ഷെ ഞാൻ ഈ ലേഖനം തയ്യാറാക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ ശുക്രൻ മാത്രമല്ലല്ലോ സ്വാധീനിക്കുന്നത്, മറ്റ് ഗ്രഹങ്ങളും നല്ലൊരളവിൽ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് അവയുടെ സഞ്ചാരങ്ങളുടെ കണക്കിലെടുത്താണ് ഈ ആർട്ടിക്കിൾ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 2 ഗ്രഹങ്ങളുടെ ചലനങ്ങൾ കൂടുതലായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. ഒന്ന് പാപഗ്രഹമായ ശനിയുടെയും മറ്റൊന്ന് ഏറ്റവും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെയും. അപ്പോൾ ഈ വ്യാഴവും ശനിയും ഈ ശുക്രൻ്റെ ഉച്ചരാശി സ്ഥിതിക്കിടയിൽ സ്ഥാനം മാറുന്നുണ്ട്. അപ്പം ശുക്രൻ മാളവ്യയോഗം തന്നാലും ശനിയും വ്യാഴവും കൂടെ അനുഗ്രഹിച്ചാലേ നമുക്ക് പൂർണ്ണഫലം ജീവിതത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അതുകൂടെ കണക്കാക്കിയാണ് 2 മാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും 4 മാസം ശുക്രൻ ഈ മീനം രാശിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ കുറേ നക്ഷത്രക്കാർക്ക് പൂർണ്ണ ഗുണം കിട്ടുന്നത് ഈ കുംഭം മീനം മാസങ്ങളിലാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവരത് പ്രയോജനപ്രദമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആദ്യം അശ്വതി, ഭരണി, കാർത്തിക, മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഫലം വളരെ കൃത്യമായിട്ട് അനുഭവപ്പെടുന്നത്. അവിടെയും നമുക്കൊരു പ്രത്യേകത കാണാം. ഈ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ, അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരുടെ 12ാം ഭാവത്തിലാണ് ശുക്രൻ. സാധാരണ ഏത് ഗ്രഹം 12ാം ഭാവത്തിൽ നിന്നാലും ദോഷഫലമാണ് നൽകുന്നത്. പക്ഷേ ശുക്രന് മാത്രം 12ാം ഭാവത്തിൽ ഗുണഫലമാണ് നൽകുന്നത്. അപ്പോൾ മാളവ്യയോഗം 12-ൽ വരുമ്പോഴത്തേക്കും കുറേയേറെ കാര്യങ്ങളിൽ അവർക്ക് ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നു. മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനഭാവമായ 2ാം ഭാവത്തിൻ്റെ
അധിപനും കൂടിയാണ് ശുക്രൻ. അതായത് മേടക്കൂറിൻ്റെ തൊട്ടടുത്ത രാശി, രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് ഇടവമാണ്. ആ ഇടവൻ രാശിയുടെ അധിപനാണ് ശുക്രൻ. ഈ ശുക്രനാണ് മാളവി യോഗത്തോടെ 12 നിൽക്കുന്നത്. അപ്പം ധനപരമായിട്ട് പല നിലയ്ക്കും മെച്ചം വന്നു ചേരുന്ന കാലമാണ്. നമുക്ക് പല പല മേഖലകളിൽ നിന്നും ലാഭം ഉണ്ടാകും. നമ്മൾ ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതിൽ നിന്നൊരല്പം ധനലാഭം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നോർമലി നമ്മൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ജോലിയിൽ നിന്ന് കൂടുതൽ ധനലാഭം ഉണ്ടാകും. ജോലിയാണെങ്കിൽ ജോലി, വ്യാപാരമാണെങ്കിൽ വ്യാപാരം, അതല്ല മറ്റെന്തെങ്കിലും നമ്മൾ ബ്രോക്കറായിട്ടോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലോ ഒക്കെ ഇടപെടുന്നവർക്കൊക്കെ ലാഭകരമായ നേട്ടങ്ങളുണ്ടാകുന്ന കാലമായിരിക്കും. അതുപോലെ തന്നെ കൺസൾട്ടൻ്റായിട്ട് പ്രവർത്തിക്കുന്നവർക്ക്, സ്വർണം വ്യാപാരം ചെയ്യുന്നവർക്ക് ഒക്കെ നേട്ടമുള്ള കാലമായിരിക്കും. പിന്നെ കിട്ടാക്കടമായിട്ട് നമ്മൾ വെച്ചിരുന്ന പൈസ, നേരത്തെ ആരെങ്കിലും വാങ്ങിച്ചിട്ട് തിരിച്ചു തരാത്ത പണം ഈ സമയത്ത് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് നോക്കുക. ചോദിച്ച് മേടിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ തന്നെ വാങ്ങിക്കാം. അതല്ല ബന്ധുക്കളോ വളരെ അടുത്ത സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ഒക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ച് നോക്കുക. മിക്കവാറും അത് തിരിച്ച് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. യാത്രകൾ കൊണ്ട് മെച്ചമുണ്ടാകും. അധ്വാനത്തിന് തക്ക ഫലം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് ബാങ്കുകളിൽ നിന്ന് ലോണൊക്കെ പ്രതീക്ഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകളുമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങൾ വർദ്ധിക്കും. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ നല്ല മാന്യതയുള്ള പുരുഷന്മാരുമായിട്ട് നല്ല സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. പിന്നെ ആഡംബര വസ്തുക്കൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും. നമ്മൾ പലരും നല്ലൊരു മൊബൈൽ ഫോണ് അല്ലെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ 2 മാസങ്ങൾക്കിടയിൽ അതൊക്കെ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കൂടുതൽ ആഡംബരപൂർണമായ വസ്തുക്കൾ, ജീവിത സൗകര്യം ഇപ്പം നമ്മൾ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. പണച്ചെലവിനേക്കാൾ ഉപരി പലരും ഇപ്പം നോക്കുന്നത് നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് സുഖമായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കാനുള്ള പണം ലഭ്യമാകുന്നതാണ്. പിന്നെ സുഹൃത്ത് സമാഗമങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനും, സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചവർ, കോളേജിൽ ഒന്നിച്ച് പഠിച്ചവർ, ഒന്നിച്ച് ജോലി ചെയ്തവർ, ഇവരൊക്കെ ഒന്ന് ഗെറ്റ് ടുഗദർ വെക്കാനും ഒന്നിച്ച് യാത്ര ചെയ്യാനും ഒക്കെയുള്ള യോഗം ഉണ്ട്. അപ്പോൾ പ്രണയിക്കുന്നവർക്കും ഇതൊരു സന്തോഷത്തിൻ്റെ കാലമാണ്. ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളിൽപ്പെട്ട പ്രണയിതാക്കൾക്ക് സന്തോഷകരമായ കാലഘട്ടമായിരിക്കും. അപ്പോൾ ഇത് ഈ മേടൻ രാശി ആദ്യം പറയാനായിട്ടൊരു കാര്യമുണ്ട്. അതായത് അശ്വതി, ഭരണി, കാർത്തികക്കാരുടെ. കാരണം ഇപ്പോൾ ശനി 11-ലാണ് അവർക്ക് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശനി 11 എന്ന് പറയുന്നത് ഗുണകരമായൊരു ഗൃഹാവസ്ഥയാണ്. 3, 6, 11 രാശികളിൽ ശനി സഞ്ചരിക്കുമ്പം വളരെ അനുകൂല ഫലങ്ങൾ കൊടുക്കും. അപ്പം ധനലാഭം ഉണ്ടാകും, കാർഷിക രംഗത്ത് നിന്ന് ലാഭം ഉണ്ടാകും, കാർഷിക ഉപകരണങ്ങൾ വിൽക്കുന്നതിലൂടെ ലാഭം ഉണ്ടാകും. അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളിൽ കൂടെ ലാഭം ഉണ്ടാകും, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരങ്ങളിൽ കൂടെയും ലാഭം ഉണ്ടാകും. ഭൂമി വിൽപ്പന നടത്താൻ സാധിക്കും. പരമ്പരാഗതമായിട്ടൊക്കെ കിട്ടിയ ഭൂമി വിറ്റ് പല കാര്യങ്ങളും നേടാനായിട്ട്, വീട് വെക്കാനോ വാഹനം വാങ്ങിക്കാനോ ഒക്കെ സാധിക്കും. കടബാധ്യതകളിൽ നിന്നും മോചനം കിട്ടാനും ഈ കാലം ഗുണകരമാണ്. അതോടൊപ്പം തന്നെ ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 2-ാം ഭാവം ശുക്രൻ്റെ രാശിയാണ്, ശുഭരാശിയാണ്. അതിൽ കൂടെ ശുഭഗ്രഹമായ വ്യാഴം, ധനകാരകനായ വ്യാഴം സഞ്ചരിക്കുന്നു. അത് മുഖേനയും ധനം ലഭിക്കാനുള്ള യോഗം ഉണ്ട്. അപ്പോൾ അങ്ങനെ 3 തരത്തിൽ ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് യോഗം വരുന്നു. അതുകൊണ്ടാണ് അവരുടെ കാര്യം ആദ്യമായിട്ട് എടുത്തു പറഞ്ഞത്. അപ്പം ധനപരമായിട്ട് വളരെ അനുകൂലമായ ഈ കാലഘട്ടം നല്ല രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവരോട് ഉപദേശിക്കാനുള്ളത്. അവർ മഹാലക്ഷ്മിയുടെ ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക, വിഷ്ണുവും ലക്ഷ്മിയും കൂടെയുള്ള ക്ഷേത്രങ്ങൾ ദർശനം നടത്തുക. അവിടെ അർച്ചന പോലുള്ള വഴിപാടുകൾ, നെയ്വിളക്ക് തുടങ്ങിയ വഴിപാടുകൾ ചെയ്താൽ വളരെയേറെ ഗുണഫലം അവർക്ക് ഈ സമയത്ത് കിട്ടുന്നതാണ്. അടുത്തത് കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിര നക്ഷത്രവും കൂടെ വരുന്ന ഇടവക്കൂറാണ്. കാർത്തിക നക്ഷത്രം 2 കൂറിലായിട്ടാണ് വരുന്നത്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. കാർത്തികയുടെ ആദ്യ പാദം മേടക്കൂറിലും, 2-ാമത്തെ പാദം, 2-ാമത്തെ, 3-ാമത്തെ, 4-ാമത്തെയും പാദം ഇടവക്കൂറിലുമാണ് വരുന്നത്. അപ്പോൾ അതോടൊപ്പം രോഹിണിയും മകയിരവും. അപ്പോൾ അവരെ സംബന്ധിച്ച്
മാളവ്യയോഗം വരുന്നത് 11-ാം ഭാവത്തിലാണ്. ശുക്രൻ ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കുന്ന 11-ാം ഭാവത്തിലാണ് അവർക്ക് മാളവ്യയോഗം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പല ആഗ്രഹങ്ങളും ഈ സമയത്ത് സാധിക്കും. ജീവിത നിലവാരം പൊതുവെ മെച്ചപ്പെടും. അത് വളരെ താഴ്ന്ന സാമൂഹ്യ നിലവാരത്തിലുള്ള ആളുകൾക്കാണെങ്കിൽ പോലും ഈ ഒരു സമയത്ത് അവരുടെ ഗ്രേഡ് ജീവിതത്തിൻ്റെ നിലവാരം അല്പം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അവരുടെ പെരുമാറ്റത്തിലും അവരുടെ വസ്ത്രധാരണത്തിലും അവർ സമൂഹവുമായിട്ട് ഇടപഴകുന്ന രീതിയിലുമൊക്കെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇത്. ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കുന്ന കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർ കൃത്യമായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കുക. അവർക്ക് ശരിക്കും സമൂഹത്തിൻ്റെ നല്ല ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. അതായത് സമൂഹ ബഹുമാന്യത കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ്. ഉദ്യോഗത്തിലേർപ്പെട്ടിരിക്കുന്നവർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള യോഗമുണ്ട്. വിവാഹ ആലോചനകൾ നടക്കുന്ന യുവജനങ്ങൾക്ക് വിവാഹബന്ധം ഒത്തുവരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയവുമാണ് ഇത്. വീട് നിർമ്മാണം പൂർത്തീകരിക്കാം. അതുപോലെ തന്നെ വീടൊന്ന് ഭംഗിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പഴയ വീടൊക്കെ ഒന്ന് പുതുക്കി മനോഹരമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കുന്ന കാലമാണ്. പിണങ്ങിക്കഴിയുന്ന ദമ്പതിമാർ കാമുകന്മാർ ഇണങ്ങിച്ചേരാൻ സാധ്യതയുള്ളൊരു സമയമാണ്. വാഹനം വാങ്ങാൻ സാധ്യതയുണ്ട്. പഴയൊരു വാഹനം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി പുതിയൊരു വാഹനം വാങ്ങാനുള്ള ഒരു യോഗം ഈ സമയത്തുണ്ട്. ബിസിനസ്സിൽ നിന്നും ലാഭം വർദ്ധിക്കും. കലാപ്രവർത്തകർക്ക് ധാരാളം അവസരങ്ങൾ കിട്ടുന്നതാണ്. പ്രശസ്തരാകാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ മനസ്സിൽ ഉദിക്കുകയും അവ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ സാധിക്കുന്നതുമാണ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരല്പം ബഹുമാന്യത കിട്ടുന്ന അല്പം കൂടുതൽ, ഇപ്പം നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ബഹുമാന്യത കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയും. പിന്നെ മത്സരങ്ങളിൽ സമ്മാനം ലഭിക്കും. പല മനോഹരമായ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള യോഗവും ഈ 2 മാസങ്ങളിൽ ഉണ്ട്. മാനസികമായിട്ട് വളരെ ശാന്തമായ ഒരവസ്ഥയിൽ മുന്നോട്ട് പോകാനും സാധിക്കും. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതൊരിക്കലും മനുഷ്യൻ എന്നുള്ള ജീവിക്ക് ഒഴിവാക്കാനേ പറ്റിയില്ല. കാരണം നമുക്കും മറ്റൊരാൾക്കും എപ്പോഴും ആശയത്തിലൊരല്പം ഡിഫറൻസ് ഉണ്ടാകും. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും സ്വച്ഛമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഈ ഇടവക്കൂറുകാർക്ക് പൂർണ്ണമായിട്ടും ഭാഗ്യഫലങ്ങൾ ലഭിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. മേടക്കൂറിൻ്റെ കാര്യം പറഞ്ഞ പോലെ 3 തരത്തിൽ അവർക്ക് ഭാഗ്യം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് കണ്ടകശനിയാണല്ലോ, 10 ശനിയുടെ അവസാന ഘട്ടമാണ്. ആ ശനി മാറുന്നതോടുകൂടി മാർച്ച് 29 ആ ശനി മാറുന്നതോടുകൂടി അവർക്ക് ഗുണഫലങ്ങൾ സിദ്ധിക്കും. പിന്നെ വ്യാഴം ജന്മക്കൂറിലാണ് സഞ്ചരിക്കുന്നത്. അതിൻ്റെ കുറച്ച് മാനസിക ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യം ഒന്ന് സൂചിപ്പിച്ചത്. ജന്മക്കൂറിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ തർക്കങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകും. പക്ഷേ രാശിനാഥനായ ശുക്രൻ മാളവ്യയോഗത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാറിപ്പോവുകയും ചെയ്യും. ശനി അങ്ങ് മാറാൻ പോവുകയാണല്ലോ. ശനി മാറുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അതിൻ്റെ ഗുണഫലങ്ങൾ കുറേശ്ശെ കിട്ടിത്തുടങ്ങും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായ അവസ്ഥ അനുഭവപ്പെടും. ഇനി അടുത്തത് ഗുണഫലങ്ങൾ കിട്ടുന്നത് പുണർദത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന കർക്കിടകക്കൂറുകാർക്കാണ് ഈ 2 മാസങ്ങളിൽ കിട്ടുന്നത്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിലാണ് ഈ ശുക്രൻ്റെ ഉച്ച രാശിസ്ഥിതി കൊണ്ടുള്ള മാളവ്യയോഗം സംഭവിക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത് ശുക്രൻ ഉച്ചസ്ഥിതി വന്നതുകൊണ്ട് തന്നെ ശുഭാനുഭവങ്ങൾ പലതും ഉണ്ടാകും. പൊതുവെ വളരെ ഭാഗ്യമുള്ള കാലമായിരിക്കും. ഭാഗ്യക്കുറി നറുക്കെടുപ്പുകൾ, ലോട്ടറി, ചിട്ടി, മറ്റ് ഭാഗ്യ നറുക്കെടുപ്പുകൾ ഇതിലൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. സുഗമമായിട്ട് ധനം ലഭിക്കാനായിട്ടുള്ള പല വഴികൾ തുറന്നു വരും. നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരിക്കലും ഈ ധനം നമ്മളെ ഇങ്ങോട്ട് വന്ന് വിളിക്കുകയില്ല. ഒരു അല്പം അകലത്തിൽ നിൽക്കും. നോക്കി കണ്ടെത്തുന്നവനത് നേടും. ഇത്തരം വീഡിയോകൾ പറയുന്നതിന് ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത്തരം വീഡിയോകൾ ചെയ്യുന്നതിന് കാരണം ഈ നക്ഷത്രക്കാർക്ക് ധനയോഗമുള്ള ഒരു കാലമാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ പല വഴികൾ നമ്മൾ തേടി കണ്ടെത്തും.
അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ധനവരവ് സുഗമമായിരിക്കും, അതിനുള്ള പല വഴികൾ നമ്മുടെ മുന്നിൽ തെളിയുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പലപ്പോഴും വളരെ ബുദ്ധിമുട്ടിയിട്ട് പോലും നേടാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ സമയത്ത് സാധിച്ചെടുക്കാൻ കഴിയും. പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വാങ്ങാനുള്ള യോഗമുണ്ട്, അല്ലെങ്കിൽ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ആഡംബര വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങാനും സാധിക്കും, അല്ലെങ്കിൽ അവ സമ്മാനമായിട്ട് ലഭിക്കും. പുതിയ വീട് വെക്കാനും അതുപോലെ തന്നെ വീട്ടിലെ പുതിയ ഫർണിച്ചർ ഉപകരണങ്ങൾ ഒക്കെ വാങ്ങാനും സാധിക്കും. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ ഫോണ് മുതലായ സാധനങ്ങളൊക്കെ, ടാബ്ലറ്റ്, ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിച്ചാൽ സാധിക്കും, അല്ലെങ്കിൽ അവ സമ്മാനമായിട്ട് ലഭിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ ലാപ്ടോപ്പൊക്കെ ചിലപ്പം പല മീറ്റിങ്ങുകളിലുമൊക്കെ കൊടുക്കാറുണ്ടല്ലോ, സമ്മാനമായിട്ടൊക്കെ കൊടുക്കാറുണ്ടല്ലോ മികവ് പുലർത്തുന്ന കുട്ടികൾക്കൊക്കെ. അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് കയ്യിലേക്ക് എത്തിച്ചേരും. ജീവിതത്തിൽ പൊതുവെ ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ്. യുവാക്കൾക്ക് പ്രണയാനുഭവങ്ങൾ ഉണ്ടാകും. മനസ്സിനെ ലോലമാക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് ഉണർത്തുന്ന പ്രണയാനുഭവങ്ങൾ ഈ സമയത്ത് സിദ്ധിക്കുന്നതാണ്. വിവാഹ തടസ്സം നീങ്ങും, നല്ല വിവാഹം ഒത്തുവരാൻ സാധ്യതയുണ്ട്. കുടുംബസ്വത്തിന്മേലുള്ള തർക്കങ്ങളൊക്കെ മാറിയിട്ട് അത് ശാന്തമായിട്ട് പരിഹരിക്കും. അതുപോലെ തന്നെ ഈ കുടുംബ കാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം ആത്മീയമായ കാര്യങ്ങളിലും താല്പര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ചെറുപ്പക്കാർക്ക് പോലും പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു യോഗം അല്ലെങ്കിൽ അതിനുള്ളൊരു താല്പര്യം ഉണ്ടാകും. ചെറുപ്പക്കാർക്ക് പോലും എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലാണല്ലോ ചിന്തിക്കുന്നത്. പൊതുവേ ചെറുപ്പക്കാർ ഇതിലൊന്നും ഇൻവോൾവ് അല്ല എന്നാണ് നമ്മൾ ധരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സമയത്ത് ഈ പുണർതം പൂയ ആയില്യം നക്ഷത്രക്കാരായ യുവാക്കൾക്കും യുവതികൾക്കുമൊക്കെ പുണ്യസ്ഥലങ്ങളിലേക്കുള്ള തീർത്ഥയാത്രകളിലും പങ്കെടുക്കാനുള്ള അവസരങ്ങളുണ്ടാകും. പലരും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യും. അത് സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അവർക്കുള്ളൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് 8ാം ഭാവത്തിലാണ് ഇപ്പോൾ ശനി സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. അഷ്ടമശനിയാണ്. ഈ അഷ്ടമശനി മനസ്സിനൊക്കെ പ്രയാസം ഉണ്ടാക്കും, ചില തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കും, അതോടൊപ്പം തന്നെ ആത്മീയമായ വളർച്ചയ്ക്കും കാരണമാണ്. അതുകൊണ്ടാണ് ആ ഒരു സൂചന കൂടെ നൽകിയത്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ദഹന സംബന്ധമായ രോഗങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അതിന് ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക, ശനിദേവന് വഴിപാടുകൾ ചെയ്യുക, അതിലൂടെ അവയൊക്കെ പരിഹരിക്കാം. പിന്നെ വ്യാഴം അതേ സമയത്ത് 11ലാണ്. അത് വളരെ ഗുണകരമാണല്ലോ. വ്യാഴം 11 സഞ്ചരിക്കുന്നത് കർക്കിടകക്കൂറിൽപ്പെട്ട ഈ പുണർതം പൂയ ആയില്യ നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. 11 വ്യാഴം ഇടവൻ രാശിയിലൂടെയാണ് സഞ്ചാരം. അതുകൊണ്ട് തന്നെ ധനയോഗത്തിനും ആത്മീയമായ സാധനകൾക്കും ഒക്കെ സാധ്യതയുള്ളൊരു സമയമാണ്. ഇനിയുള്ളത് വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിൻ്റെ 4ാം പാദത്തിൽ ജനിച്ചവരും അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളിൽ ജനിച്ചവരുമായ ആൾക്കാർക്കും ഈ മാളവ്യ യോഗം കൊണ്ട് വലിയ ഗുണങ്ങൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ച് പിന്നെ 5ാം ഭാവത്തിലാണ് ശുക്രൻ വരുന്നത്. സന്താനങ്ങൾക്ക് വളരെ ഗുണമാണ്. അവരുടെ പഠിപ്പ്, ജോലി, വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകും. പുണ്യകർമ്മങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കലാകാരന്മാർക്കും കലാകാരികൾക്കുമൊക്കെ വളരെ ഗുണകരമാണ്. സമൂഹത്തിൽ അംഗീകാരം നേടാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സമാധാനമുണ്ടാകും. തൊഴിൽ ക്ലേശങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. ധനപരമായ ആദായം ഉയരാൻ പലവിധ വഴികൾ തെളിഞ്ഞു വരും. വീണ്ടും ഞാൻ പറയുന്നു, ഈ വഴികളെല്ലാം നമ്മളിലേക്ക് ഡയറക്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ കണ്ടെത്തണം. ധനം ഒരിക്കലും നമ്മുടെ തലയിലേക്കൊരു മഴ പോലെ പൊഴിയുന്ന കാര്യമല്ല. ധനം നമ്മളൊന്ന് കണ്ടെത്തി നമ്മൾ അങ്ങോട്ട് സമീപിച്ചാൽ അത് ഇങ്ങോട്ട് വന്ന് നമ്മളുടെ കയ്യിലേക്ക് എത്തിച്ചേരും. പിന്നെ ഈ നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ ഉയർച്ചയും ഉണ്ടാകും. പദവികളും പുരസ്കാരങ്ങളുമൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അവാർഡുകളുമൊക്കെ ലഭിക്കാം. എഴുത്തുകാർക്കൊക്കെ നല്ല കാലഘട്ടമാണ്. ബന്ധുക്കളുടെ ഇടയിൽ ബഹുമാന്യതയും സ്വീകാര്യതയും വർദ്ധിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഈ കാലം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇപ്പം ചെറിയൊരു ഗ്രഹനില പ്രശ്നമുണ്ട്. അതായത് ശനി 4-ലായതുകൊണ്ട് കണ്ടകശനിയാണ്. അത് മാറാൻ പോവാണ്. മാർച്ച് അവസാനത്തോടെ ശനി മാറുമ്പോൾ ഈ ഫലം കൂടുതൽ അനുകൂലമാകും. വ്യാഴം 7-ലുമാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ അതും ഗുണകരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശനി മാറാനായിട്ട് നോക്കിയിരിക്കണം എന്ന് പറയുന്നില്ല. കാരണം മാളവിയോഗം ഉള്ളതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷം ഇപ്പം വലിയ കാര്യമായിട്ട് അനുഭവപ്പെടുകയില്ല. ശനി വളരെ പാപഗ്രഹമൊക്കെയാണ്, വളരെ ബലിഷ്ഠനായ ഗ്രഹമൊക്കെ ആണെങ്കിലും
ശനി ഈ കുംഭൻ രാശിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നും ഈ സമയത്ത് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടം, ഈ കുംഭം മീനം മാസങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ ധനപരമായിട്ട് നല്ല ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. വ്യാപാരത്തിൽ നല്ലൊരു അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പം പ്രാർത്ഥനയോടെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ഇനിയുള്ളത് മൂലം, പൂരാടം, ഉത്രാടം ഉൾപ്പെടുന്ന ധനുക്കൂറുകാരുടെ കാര്യമാണ്. ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 4-ലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ 4-ൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ എന്താണ്, പുത്രജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഏറ്റവും അഭിവൃദ്ധിയാണ് നമ്മൾ ഫലദീപികയിൽ പറയുന്നത്. ആ ശ്ലോകം തന്നെ നമ്മൾ ഓർത്താൽ അറിയാം. അഖില വിഷയഭോഗം വിത്തസിദ്ധിം വിഭൂതിം സുതസുഹൃദ് അഭിവൃദ്ധിയും, ഇങ്ങനെയല്ലേ പറഞ്ഞു പോകുന്നത്. അപ്പം 4-ാം ഭാവത്തിൽ വരുമ്പം സുഹൃദ് അഭിവൃദ്ധി, പുത്രജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അഭിവൃദ്ധിയാണ് ഉണ്ടാകുന്നത്. വാഹനം വാങ്ങാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സന്ദർഭമാണ്. രോഗമൊക്കെ ഉണ്ടായിരുന്നവർക്ക് രോഗം മാറാൻ സാധ്യതയുണ്ട്. നല്ല ചികിത്സയിലേക്ക് മാറാനായിട്ട് സാധിക്കും. വളരെ ആത്മാഭിമാനത്തോടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് നമുക്ക് അഭിമാനിക്കാനുള്ള, നാടിന് നേട്ടമുള്ള കാര്യങ്ങളായിട്ട് മാറും. ഇപ്പോൾ ഡോക്ടർമാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, അവർ ഈ സമയത്തൊക്കെ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ പിന്നീട് സമൂഹം അവരെ ബഹുമാനത്തോടെ ഓർക്കും. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇപ്പോൾ ചെയ്യുന്ന നിർമ്മിതികളൊക്കെ എക്കാലവും നിലനിൽക്കുകയും അത് കാണുമ്പോഴൊക്കെ ഇന്നയാളാണ് പണിതത് എന്ന് ജനങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യും. പ്രശസ്തി ലഭിക്കും. ഈ കുടുംബത്തിൽ ഉള്ളിൽ ഉണ്ടായിരുന്ന അനൈക്യങ്ങളൊക്കെ മാറും. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സഹായവുമൊക്കെ ലഭിക്കും. അങ്ങോട്ട് പറയാതെ തന്നെ പലരും നമ്മളെ വന്ന് സഹായിക്കും. കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. ശിശുജനനം കൊണ്ട് വീട്ടിൽ മംഗള അവസ്ഥ, സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തുള്ള ആലസ്യങ്ങളൊക്കെ മാറിക്കിട്ടും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അവ വിജയത്തിലേക്ക് എത്തിക്കാനും സാധിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം ലഭിക്കും. അവരുടെ ആരോഗ്യസ്ഥിതിയിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ കൃഷി സ്ഥലത്ത് നിന്നും അല്ലെങ്കിൽ നമ്മുടെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ നിന്നുമൊക്കെ ആദായം വർദ്ധിക്കുന്ന കാലവുമാണ്. ഇവർക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. ശനി 3-ാം ഭാവത്തിലാണ് അവർക്ക് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഗുണകരമായ കുറേ അവസ്ഥകൾ അവർക്ക് ഉണ്ടാകും. 3-ൽ ശനി സഞ്ചരിക്കുമ്പോൾ ധനഭാവം പുഷ്ടിപ്പെടും. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട വ്യാപാരങ്ങളിൽ നിന്ന് ധനലാഭം ഉണ്ടാകും. പിന്നെ മറ്റ് പല വീഴ്ചകളിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ളതും ഒരു ഗുണകരമായ അവസ്ഥയാണ്. കുംഭത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യാഴം 6-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നതെന്നുള്ളതാണ്. ഈ സമയത്ത് വഞ്ചനകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വ്യാപാരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ട് കഴിയുമ്പോൾ ചില ആളുകൾ നമ്മളെ സമീപിക്കുകയും ഈ വ്യാപാരം കുറച്ചുകൂടെ ഞാൻ മെച്ചപ്പെടുത്തി തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പുതിയ ഓഫർ വെക്കുകയും അല്ലെങ്കിൽ ഈ മണി ചെയിൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മളെ പിടിച്ചിടുക. അതുപോലെ തന്നെ ചില വ്യാജ ഷെയർ മാർക്കറ്റ് നിക്ഷേപ പദ്ധതികളിലൊക്കെ ചേർക്കുക. ഇങ്ങനെയുള്ള ചില വഞ്ചനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് പിടിച്ചിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലൊന്നും പോയി പെടരുത്. ഏതൊരു നിക്ഷേപം നടത്തിയാലും നമ്മൾ വിദഗ്ധരായുള്ള ആൾക്കാർ, വിശ്വസ്തരും വിദഗ്ധരുമായ ആൾക്കാരുടെ ഉപദേശം തേടുക. വിശ്വസ്തരായ ആൾക്കാരോട് ഒന്ന് അഭിപ്രായം ചോദിച്ചിട്ട് മാത്രം അത്തരം നിക്ഷേപങ്ങളിൽ കൊണ്ട് പണമിടുക, അല്ലെങ്കിൽ വഞ്ചനയ്ക്ക് ഇരയാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ മാളവ്യ യോഗം കൊണ്ട് വളരെ ഗുണം സിദ്ധിക്കുന്ന 4 കൂറുകളിൽപ്പെട്ട നക്ഷത്രങ്ങൾ. മറ്റു കൂറുകൾക്ക് ഫലമില്ലേ എന്ന് ചോദിച്ചാൽ അവയ്ക്കെല്ലാം ഫലമുണ്ട്. പക്ഷേ ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി കൊണ്ട് പൂർണ്ണമായ ഗുണഫലം പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഒതുക്കിയത്. ശരിക്കും പറഞ്ഞാൽ 6, 7, 10 ഭാവങ്ങളിൽ ഒഴികെയുള്ള ബാക്കി 9 ഭാവങ്ങളിലും ശുക്രൻ ഗുണഫലമാണ് നൽകുന്നത്. അപ്പോൾ അവർക്കൊക്കെ ധനലാഭത്തിനും ജീവിതത്തിലെ സുഖാനുഭവങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് മാളവ്യ യോഗം വരുന്നത് കൊണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ശുക്രൻ എന്ന് പറയുന്ന ഒരു ഗ്രഹമല്ലല്ലോ നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. 9 ഗ്രഹങ്ങൾ, ഇതിൽ 2 നിഴലുകളാണ്. എങ്കിലും അവയും വലിയ കാന്തിക ശേഷിയുള്ള വലിയ എഫക്റ്റുള്ള 2 ബിന്ദുക്കളാണ് രാശിചക്രത്തിൽ. ഈ രാശിചക്രം എന്ന് പറയുന്ന ഈ സംഭവം നമ്മൾ ആകാശത്തിലാണ് സങ്കല്പിക്കുന്നതെങ്കിലും ഇതിൻ്റെ എല്ലാം പ്രതിനിധീകരിക്കുന്ന
എലമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിലും ഉണ്ട്. അപ്പം നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളിലും നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ഓരോ രൂപയിലും പണം അല്ലെങ്കിൽ ധനം എന്ന് പറയുന്ന ആ ധനം എന്ന് പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് രൂപയാകാം ഡോളറാകാം എന്താണെങ്കിലും അതിലെല്ലാം ഈ ഗ്രഹങ്ങളുടെ സ്വാധീനമുണ്ട് എന്ന് പറയാനായിട്ടുള്ള കാര്യം അതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ എത്രയാണെങ്കിലും നമ്മുടെ ഉള്ളിലും എത്തിച്ചേരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മറ്റ് ഗ്രഹങ്ങളുടേത് കൂടെ മനസ്സിലാക്കി നോക്കിയിട്ട് ഈ 4 കൂറുകളിലെ അനുഭവങ്ങളിലേക്ക് ഇത് ഒതുക്കി പറയാനുള്ള ഒരു കാരണം. അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റവും ശനിയുടെ മാറ്റവും കൂടെ പ്രത്യേകമായിട്ട് കണക്കിലെടുത്തത് കൊണ്ടാണ്. അതോടൊപ്പം തന്നെ ബുധൻ്റെയും സൂര്യൻ്റെയും ചൊവ്വയുടെയൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ നമ്മളെ സ്വാധീനിക്കുന്നത് ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റമായതുകൊണ്ടാണ് അവയെ പ്രധാനമായിട്ടെടുത്ത് കണക്കാക്കിയത്. അപ്പോൾ ഈ പറഞ്ഞ രാശിക്കാർക്കൊക്കെ ഈ സമയം വളരെ ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കാരണം ഈ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഗുണകരമായ അവസ്ഥ ഉണ്ടാകണമെന്നില്ല. അനുകൂലമായിട്ട് ഗ്രഹങ്ങൾ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ധൈര്യപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമുക്ക് ജീവിതത്തിലെ നാഴികക്കല്ലുകളാക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത്. അപ്പം പഴയ കാലത്താണെങ്കിലും രാജാക്കന്മാർക്ക് നല്ല സമയം പറഞ്ഞു കൊടുക്കുന്ന ഒരു ജോലി ഈ ജ്യോത്സ്യന്മാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് നല്ല വിളവെടുപ്പ് കിട്ടാനായിട്ട് ഏത് സമയത്താണ് വിത്ത് വിതയ്ക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു ജോലിയാണല്ലോ പഴയ കാലത്ത് ഈ ജ്യോത്സ്യന്മാർക്ക് രാജഭരണകാലത്തുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളിങ്ങനെ നല്ല സമയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് ഇത് വിശ്വസിക്കുന്ന ആളുകൾ ആ സന്ദർഭങ്ങൾ ഇത്തരം ജീവിതത്തിലെ അവസരങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുക. അതാണ് ഒരു ഉപദേശം പോലെ പറയാനുള്ളത്. നല്ല പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ. നിങ്ങളുടെ അനന്തര തലമുറയും എല്ലാം കുടുംബ അംഗങ്ങളും എല്ലാം ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കുടുംബദേവതയ്ക്ക് എന്തെങ്കിലും ഒരു വഴിപാട് ഈ 2 മാസങ്ങളിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം.